കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഈ ഫ്രൈറ്റ്സിനെ കാണാനുള്ള, വിജയികളെ കാണാനുള്ള യാത്രകളിൽ നിന്ന് കിട്ടുന്ന ഇൻസൈറ്റുകളാണ് നമ്മൾ ഈ പഠനയാത്രാ ചിന്തകളിൽ ഷെയർ ചെയ്യുന്നത്. അടുത്തൊരു ഇൻസൈറ്റ് എന്താ വെച്ചാൽ, പലപ്പോഴും കുട്ടികളൊക്കെ എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ്, ഇപ്പം ചില സബ്ജക്റ്റുകൾക്ക് ഓരോരോ പ്രാവശ്യം പാറ്റേണുകളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന പാറ്റേണുകൾ എങ്ങനെയാണ് പഠിക്കുക? ഓക്കെ, ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ പാറ്റേൺ ആവണമെന്നില്ല ഈ പ്രാവശ്യത്തെ പാറ്റേൺ. അപ്പോൾ കഴിഞ്ഞ 2 പ്രാവശ്യം 2 ഡിഫറെൻറ്റ് പാറ്റേൺ ആകുമ്പോൾ ഈ സമയത്ത് ഏത് രീതിയിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും നമ്മൾ ഒരുപാട് JRF ഹോൾഡേഴ്സിനോട് നെറ്റ് ഹോൾഡേഴ്സിനോടൊക്കെ ഈ യാത്രയിൽ ഇങ്ങനെ ഈ ഒരു സിമിലർ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, ഡിസ്കസ്. അപ്പോൾ പലരും പറഞ്ഞൊരു കേസ് എന്താ വെച്ചാൽ, ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻ പാറ്റേൺ എല്ലാ സമയത്തും മാറിക്കൊണ്ടേയിരിക്കാം, ബട്ട് ദ ബേസ് ഓർ ദ ഫൗണ്ടേഷൻ റിമെയിൻസ് ദ സെയിം. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിലും സെയിം ആണ്. ഫൗണ്ടേഷൻ നമുക്ക് സ്ട്രോങ് ആണെങ്കിൽ സത്യം പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്ന പാറ്റേണിനനുസരിച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് മാറിക്കൊണ്ടിരിക്കുന്ന പാറ്റേണിനനുസരിച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിൽ. അപ്പോൾ നമ്മളെപ്പോഴും ഉറപ്പ് വരുത്തേണ്ടത് കഴിഞ്ഞ പ്രാവശ്യത്തെ പാറ്റേൺ ഇതായിരുന്നു, ഇപ്രാവശ്യത്തെ പാറ്റേൺ എന്തായിരിക്കും, അല്ലെങ്കിൽ അതിന് മുമ്പത്തെ പ്രാവശ്യത്തെ പാറ്റേൺ എങ്ങനെയായിരുന്നു എന്നുള്ളത് ആലോചിച്ച് നിങ്ങൾ അധികം കൺഫ്യൂസ്ഡ് ആവേണ്ട ഒരു ആവശ്യമില്ല. ബേസ് സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക, ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക. നമുക്ക് ബേസും ഫൗണ്ടേഷനും സ്ട്രോങ് ആക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വാട്ട് എവർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്കത് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്.